ഇന്ത്യയുടെ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ചോർച്ചയുണ്ടായെന്ന വാർത്തകൾ തള്ളി രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി. ആണവോർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന സൈന്യത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ആണവോർജ്ജ ഏജൻസിയുടെ നിലപാട്. അതേസമയം തുർക്കിക്കെതിരെ ഇന്ത്യ ഉപരോധം ശക്തമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഇന്റർനാഷണൽ ന്യൂക്ലിയർ എനർജി ഏജൻസി ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കിയതാണ് ആണവ വികിരണം കിരാന ഹിൽസിൽ ഉണ്ടായിട്ടില്ല എന്ന്. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ നിലപാട് ശരിവെക്കുന്നതാണ്. അതേസമയം കിരാന ഹിൽസിന് സമീപം സ്ഫോടനമുണ്ടായി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുമുണ്ട്. എന്താണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? മഞ്ജുഷ, ഇതിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ആണവോർജ്ജ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചു എന്ന ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിലടക്കം നടന്നിരുന്നു. അവിടെ ആണവ ചോർച്ച ഉണ്ടായി എന്നത് സംബന്ധിച്ച ചില അഭ്യൂഹങ്ങളും പ്രചരിക്കപ്പെട്ടിരുന്നു. ഇതിനാണിപ്പോൾ ഔദ്യോഗിക തരത്തിലുള്ള വിശദീകരണം ഉണ്ടാവുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല, ഇത്തരത്തിലുള്ള ഒരു ആണവ ലീക്കും ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാനും ഒരു ലീക്കും അവിടെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം തന്നെ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു, ഈ ഭീകരരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ സിന്ധുവിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി ഒരു സൈനിക നടപടിയും ആണവോർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയിട്ടില്ല എന്നത്. അത് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ നിന്നും ഉണ്ടാവുന്നത് എന്നതാണ് പ്രത്യേകതയുള്ള കാര്യം. ഒപ്പം ഈ പാക് മാധ്യമങ്ങളിലും ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും ചിത്രങ്ങളും അടക്കം പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. എന്തായാലും അത്തരം നീക്കങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആണവോർജ്ജ ലീക്കുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ചു എന്ന ചില സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതെല്ലാം ഔദ്യോഗികമായി തന്നെ നിഷേധിക്കപ്പെടുകയാണ്. എന്തായാലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, അത്തരമൊരു ലീക്ക് ഉണ്ടായിട്ടില്ല, അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം. ശരി, ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്.